ഹലോ ഗൈസ്, എല്ലാ നല്ലവരായ നാട്ടുകാർക്കും മറ്റൊരാൾക്ക് വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ബോസ് ഫൈറ്റ്. അപ്പം അതിന് വേണ്ടി നിൽക്കണ ഗഡോൽ ഗജക്കന്മാരായ പിള്ളേരൊക്കെ സെറ്റാക്കണം. കുമാരൊക്കെ കണ്ണും കാണുന്നില്ല, ഇരുട്ടുമായിപ്പോയി. അതാണ് മെയിൻ പ്രശ്നം കൊടുത്തത്. റിവേഴ്സ് ഇങ്ങനെ. ഓക്കെ, ഒന്ന് സെറ്റ്. എത്ര അതിൻ്റെ ഉള്ളിലുണ്ട് നോക്കാം നമുക്ക്. ക്രിയേച്ചർ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ 1 2 3 4 5 6 7 8 9 10 11 ക്രിയേച്ചറുള്ളൂ. 9 കൂടി ഇതിൻ്റെ ഉള്ളിൽ വെക്കണം. അപ്പോൾ പുറകിലുള്ള 9 ആൾക്കാരും കൂടി ഉള്ളിലോട്ട് കയറി നിൽക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സ്ഥലം ഞാൻ കയറി നിൽക്കുക. കുറേ എണ്ണത്തിന് സാഡിലില്ല, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സാഡിലില്ലാത്തതിന് സാഡിൽ ഉണ്ടാക്കാനാണ് നമ്മുടെ മെയിൻ പരിപാടി. പക്ഷെ ഫസ്റ്റ് നമ്മളിപ്പോൾ ഓക്കെ അത് കയറി. ഇവിടെയാണ് ഗ്യാപ്പ്. ഏതെങ്കിലും ഗ്യാപ്പ് ഉണ്ട് അതിലുള്ളിലോട്ട് കുത്തി തിരികെ വെക്കാം. ഇവ അങ്ങനെ പുറത്തു പോയി. കേറ്. ഇനിയിപ്പോൾ എത്ര ക്രിയേച്ചേഴ്സ് ഉള്ളിലുണ്ടെന്ന് ചെക്ക് കേട്ടോ. ഒന്ന് 2 3 4 5 6 7 35 അല്ലേ? 8 9 10 11 12 13 14 15 15 സാധനങ്ങളെ ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ളൂ. ഈ ഒരു 5 എണ്ണത്തിനും കൂടി ഉള്ളിലോട്ട് കയറ്റണം. ഈ 5 എണ്ണത്തിനും കൂടി കയറ്റിയാൽ പരിപാടി തീർന്നു. അപ്പോൾ എല്ലതാവും തോന്നുന്നു. എൻ്റെ പേരെന്തേലും റക്സ് 0. റക്സ് 36 കയറി. ആരെങ്കിലും പുറത്തുണ്ടോ? അതാ ഇത് പുറത്തുണ്ട്. എവിടെ കയറ്റി? ഈ ഗ്യാപ്പിലാണ് കയറി നോട്ടെ. ഒന്ന് 2 3 1 2 3 4 5 6 7 8 9
10, 11, 12, 13, 14, 15, 16, 17, 18. 18 അപ്പോൾ ഇനി 2 വെളിയിലുണ്ടെന്നാണ് പറയുന്നത്. ഏതാ? ഇത് വെളിയിലാണ്, സൈഡിലില്ല. കയറാൻ പാടാണേ. ഓക്കെ, കയറി ഏകദേശം ഉള്ളിലാണെന്ന് തോന്നുന്നു. ഇത് വെളിയിൽ. എവിടെ അവിടെ നീ നിൽക്കടാ. ഇത് വെളിയിലാണ്, സാഡില്. റിവേഴ്സ്. ഉള്ളിലെത്തിയോ? എത്തിയെന്ന് തോന്നുന്നു. എത്ര ക്രിയേച്ചേഴ്സ് ഉണ്ട് നോക്കിയിട്ട് വരാം. ആക്സസ് ഇൻവെൻട്രി. ക്രിയേച്ചേഴ്സ് 1, 2, 3, 4, 5, 6, 7. യൂട്ടി വരെ 7. 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. ഓക്കെ, എല്ലാവരും ആയി. തുടങ്ങാം. അതിൻ്റെ മുമ്പ് നമുക്ക് ഫുഡിൻ്റെ ഒരു ഡെഫിഷ്യൻസിപ്പ് ഉണ്ട്. നമ്മുടെ ടെറാനോടനെ ഇവിടെ കൊണ്ടുപോയിട്ടോ. അവിടെ ഉണ്ട്. കുറച്ച് ഫുഡ് ഒപ്പിക്കണം. ഇൻവെൻട്രിയിലില്ല. തൽക്കാലം ഈ ഒരു പാരാസോറിനെ അടിച്ചു കൊന്ന് ഫുഡ് എടുക്കാം. നമുക്ക് ബെറീസ് ഉപയോഗിച്ചിട്ട് വേണം, ഈ റോ മീറ്റ് നമുക്ക് ഫുഡായിട്ട് ഉപയോഗിക്കാം. കുറേ ടെക്ക് ഡൈനോസർക്ക് ഒരു ഏരിയയിൽ സ്പോൺ ആയിട്ടുണ്ട്. വെള്ളത്തിൻ്റെ അളവ് എത്ര ഉണ്ടെന്നാവോ? ഈ വാട്ടർ തർക്കേടില്ലാത്ത വാട്ടർ ഉണ്ട്, പ്രശ്നമില്ല. നമ്മൾ ഉള്ളിൽ പോയാലും വലിയ നമുക്ക് പണിയൊന്നുമില്ല, പണിയെല്ലാം നമ്മൾ ചെറുക്കന്മാരെടുത്തോളും. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബോസ് ഫൈറ്റ് കണ്ട് തുടങ്ങാം. ഇതാണ് ഫസ്റ്റ് ബോസ് ഫൈറ്റ്. മിനിമം സർവൈവർ ലെവൽ റിക്വയർമെൻറ്റ് 30. ക്രാഫ്റ്റിംഗ് റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ 3 ആർട്ടിഫാക്റ്റ് വേണം. അതേപോലെ യൂസ് ദിസ് ജനറേറ്റർ ടു പോർട്ടൽ ടു ബ്രൂഡ് മദർ. ഈസി ഗാമ പോർട്ടലാണ്, ഈസിയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ക്രാഫ്റ്റ് 1. ഓക്കെ, പോർട്ടൽ സ്റ്റാർട്ടായിട്ടുണ്ട്. നമ്മുടെ യൂട്ടി അവിടെ, ഇതാണ് നമ്മുടെ മെയിൻ റൈഡ്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ പോകുമ്പോൾ നമ്മൾ ഇതിൻ്റെ പുറത്തായിരിക്കും.
15 സെക്കൻഡിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ പോർട്ടലിൻ്റെ ഉള്ളിൽ കയറിയാണ്ട് അടി നടത്തും. എത്ര ഇത് പുറത്താണ്, അല്ലല്ല വാലുള്ളിലാണ് കയറും. ഓക്കെ, വിസിൽ ടാർഗറ്റ് മാത്രം വന്ന് തള്ള വന്നു. സാധാരണ ഓടിച്ചിട്ടടിക്കുന്നുണ്ട്. ഇത്രേ ഉള്ളൂ, നമുക്കിതിനെ കണ്ടിരിക്കാൻ മാത്രമേ ഉള്ളൂ. നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, പിള്ളേർ തീർത്തോളൂ. ഇടയ്ക്ക് നമ്മുടെ അടുത്ത് വല്ല അരണിയും വരുന്നുണ്ടോ നോക്കിയാണ്ട് അതൊക്കെ ഇങ്ങനെ കണ്ടെടുത്ത് ഇവിടെ ഇങ്ങനെ ചുറ്റി കറങ്ങി കിടന്നാൽ മതി. വേണ്ട, വളഞ്ഞിട്ടടിച്ച് അവന്മാർ തീർത്തോളൂ. ലെവൽ 500 അരാനിയസ് കുറേ ഉണ്ട്. ഓ, ആരോ നമ്മളിൽ മാന്താൻ വരുന്നുണ്ട്. 2-3 അരാനിയെ നമ്മളിൽ മാന്തുണ്ട്. ഇത് അതിൻ്റെ ഇടയിൽ നമുക്ക് വേറെ പണിയുണ്ട്. നമ്മളിങ്ങനെ ബഫ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക. അത് മറന്നുപോയി. ഇത് പിന്നെ ഈസി ആയതുകൊണ്ട് പ്രശ്നമില്ല. വേണ്ട, നമ്മുടെ പിള്ളേർക്ക് അവിടെ ഡിഫൻസും കാര്യങ്ങളൊക്കെ കണ്ട് കയറും. തീർന്നു കിട്ടി 1x സ്പൈഡർ ഫ്ലാഗ്. അപ്പോൾ സംഗതി തീർന്ന്. ഇനിയിപ്പോൾ നമ്മുടെ ഇവിടുന്ന് ഓട്ടോമാറ്റിക്കായിട്ടൊരു 1 മിനിറ്റ് സമയത്തിൽ വെളി പോകുന്നതാണ്. അപ്പോൾ എന്തൊക്കെ കിട്ടിയെന്ന് വെച്ചാൽ കുറേ എൻഗ്രാംസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഒരു ട്രോഫി, ഗാമ ബ്രൂഡ് മദർ ട്രോഫി. അത് കിട്ടും. അതേപോലെ കുറേ സ്ട്രെയിഞ്ച് ഹൈലി അഡ്വാൻസ്ഡ് മെറ്റീരിയൽ ഹമ്മിങ് വിത്ത് എനർജി. ഓ, വലിയ കാര്യം. പിന്നെ ഒരു ഫ്ലാഗ്. ഇനി കുറച്ച് എവിടെ നമ്മുടെ ടെക്ക് ഐറ്റംസ് കുറച്ചെണ്ണം കണ്ടിരുന്നല്ലോ. റിട്ടേൺ ചെയ്തിട്ട് നമുക്ക് ഇൻവെൻറ്ററി ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതെന്താ ഇത്? ഒരു മാന്യതൊക്കെ വേണ്ടേ? എന്താണിത് കുടുങ്ങി കിടക്കണൊക്കെ കൂടി? അപ്പോൾ നമ്മുടെ ആ ഒരു ബോസ് ഫൈറ്റ് ഇവിടെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇവന്മാരൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെയും പുറത്തെടുപ്പിച്ചുകൊണ്ട് സൈഡിലേക്ക് നിർത്തണോ ആണ് അടുത്ത പരിപാടി. നായ്ക്കളാണ് ഊരി പോരുന്നത്. ഈ 2 വന്നില്ല ബോസ് ഫൈറ്റിന്. കാലമാളന്മാർ 18 വെച്ചാണ് നമ്മൾ പോയത്. ഈ 2 ഉള്ളിൽ ഉണ്ടായിരുന്നു. പിന്നെ എന്തുകൊണ്ട് വന്നില്ല എന്ന് അറിഞ്ഞൂടാ. ഇനി ഓരോന്നിനെയും നമുക്ക് എടുത്ത് വെളിയിൽ കൊണ്ടുവരണം. ലെവലപ്പൊക്കെ വന്നിക്കണം ചിലർക്ക്. വേണ്ട, ഇതിന് 6 ലെവലപ്പാണ് കിട്ടിയിരിക്കുന്നത്. ഹെൽത്ത് എത്രയാണ് നമുക്ക് മെരി ഡാമേജ് ഇൻക്രീസ് ചെയ്യാം. 619 മെരി ഡാമേജ്. ഊരൂല പാടാണ്, ഊരാൻ പാടാണ്. ഇതിൻ്റെ ഉള്ളിൽ രക്ഷപ്പെടുന്നില്ല ഗൈസ്. ആകെ ലോക്കായി കെട്ടിമറി കിടക്കുക സാധനങ്ങൾ. എന്ത് ചെയ്യാനാണ്? ഏതിൻ്റെ പിടിച്ച് ഇനി ഊരെന്ന് അറിഞ്ഞൂടെ എനിക്ക്. ഇതിൻ്റെ ഇൻവെൻ്ററിൽ മൊത്തം ഫുഡ്.
ഈ ഒരു മുക്കുന്ന ഓരോന്നിനെ ഇതിന് പിടിച്ചുകൊണ്ടോ. ഇതിനാണെങ്കിൽ ഇടാൻ സാഡിലില്ല, ഏതെങ്കിലും സാഡിൽ ഊരി വരേണ്ടി വരും. അപ്പോൾ ഈ ഓരോ ബ്രൂഡ് മദർ റൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ ബോസിനെ ഫൈറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്താ പറയുക, ഇതേപോലെ എലമെൻറ്റ്സ് കിട്ടും. ഈ എലമെൻറ്റ് ഉപയോഗിച്ച് മാത്രമേ ടെക്ക് എക്യുപ്മെൻറ്റ്സും ടെക്ക് വെപ്പൺസും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, യൂട്ടിക്ക് ലെവലപ്പ് ഒന്നാണ്. യൂട്ടി ഓൾറെഡി 38,000 ഹെൽത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് യൂട്ടിക്ക് ഹെൽത്ത് മാത്രം ബൂസ്റ്റ് ചെയ്താൽ മതി. കാരണം നമ്മളെ മാക്സിമം ഡാമേജ് ഹോൾഡ് ചെയ്യുക യൂട്ടി ആയിരിക്കും. അത് കുടുങ്ങി, ഇത് വീണ്ടും കുടുങ്ങി. ഇനി ഇതിങ്ങനെ ഊരെടുക്കുന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. ഊരി പോന്നു എൻ്റെ അമ്മീ. ഏകദേശം മെലി ഡാമേജ് 943 മെലി ഡാമേജ് ഉണ്ട്. ഇറ്റ്സ് എ ഫ്രീക്കിംഗ് ടാങ്ക് ബ്രോ. ഊരില്ല എന്ന് തന്നെയാണ് ഓൻ പറയണത്. പതിനൊന്ന് ലെവലപ്പ്, ഹെൽത്ത് 25,000 ഉണ്ട്. അപ്പം മെരി ഡാമേജ് മാത്രം കയറ്റി കൊടുത്താൽ സൈഡിലില്ല. ഇരുപത്തൊന്നില്ലല്ലോ അപ്പോൾ ഇവനാണോ കൊന്ന്? നടക്കൂല.
ഒരുത്തൻ കുഴിയിലൊക്കെ ഇറങ്ങി നിൽക്കും. പോയേനെ, അങ്ങോട്ട് ചാടി പോയേനെ. വണ്ടിയുടെ ഗിയറൊന്നും മാറിപ്പോയി. പത്തൊമ്പത് ലെവലപ്പ്. ഹെൽത്ത് അത്യാവശ്യം ഉണ്ട്. ഇപ്പം മെലി ഡാമേജ് കൂട്ടാം. അപ്പോൾ നമ്മുടെ ബോസ് ഫൈറ്റ് ഇതോടെ തീർന്നു. ഈ വീഡിയോ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് റെഡിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ആൻഡ് പിന്നെ നമുക്ക് കുറച്ച് ലെവലപ്പ്, ഫുള്ള് ലെവലപ്പ് വന്നു തോന്നുന്നു. എന്തായാലും മാക്സിമം ലെവലപ്പ് ആക്കി കളയാം. 8 ലെവലപ്പ് പോയിൻറ്റ്സ് വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് ഡെവലപ്പ് ചെയ്യാന്ന് ചോദിച്ചാൽ നമുക്കിനിയിപ്പോൾ മെയിനായിട്ട് വെറുതെ ഹെൽത്ത്, ഫോർട്ടിറ്റ്യൂഡ് ഒന്നുകൂടെ കൂട്ടാം, ക്രാഫ്റ്റിംഗ് സ്കിൽസ് കൂട്ടാം, മൂവ്മെൻറ്റ് സ്പീഡ് വേണം, മെലി ഡാമേജ് കൂട്ടാം, വെയിറ്റ് കൂട്ടാം, ഒരു വാട്ടർ കൂട്ടാം, ഫുഡ് കൂട്ടാം, ഓക്സിജൻ കൂട്ടാം, ഹെൽത്ത് എത്രയായി നോട്ടെ. അപ്പോൾ നമ്മൾ ഏകദേശം 8 കൂട്ടി 85 നിന്നും അങ്ങോട്ട് കൂട്ടി തുടങ്ങിയിട്ടുണ്ട്. ഗ്യാസ് മാസ്കാണ് 85 അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ നൈറ്റ് വിഷൻ ഗോഗിൾസ്, അത് വേണം, കിടക്കട്ടെ, അക്സെപ്റ്റ്. വെറുതെ ഒരു സാധനം ഉണ്ടാക്കി വയ്ക്കുക. റോക്കറ്റ് ലോഞ്ചറും അതിൻ്റെ മിസൈൽ സാധനമൊക്കെ ഉണ്ട്, അതൊന്നും ഇപ്പോൾ വേണ്ട. പിന്നെ ഹോമിങ്, അണ്ടർ വാട്ടർ മൈന്, അതൊക്കെ PvP. ഇൻഡസ്ട്രിയൽ കുക്കർ വേണം, അതപ്പോൾ ഒരുപാട് സാധനം ഒറ്റയ്ക്ക് കുക്ക് ചെയ്യാൻ പറ്റും. ഫെറമോൺ ഡാർട്ട്, അത് നോക്കാം. റൈനോനാത്തയുടെ സാഡിൽ അത് വേണം. ക്യൂസയുടെ സാഡിൽ റിയോട്ട് ഷീൽഡ്, മോസസോർ പ്ലാറ്റ്ഫോം സാഡിൽ വേണ്ട. മിനി ഗൺ ടറക്റ്റ് വേണ്ട. ഇതെന്ത്, പിന്നെ മറ്റേ ഇലക്ട്രിക് ഷോക്ക് കൊടുക്കുന്ന സാധനങ്ങളൊക്കെ, ട്രാങ്കുലേഷൻ ഡാർട്ടും തേങ്ങിമായൊക്കെയാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെയാണ് നമ്മൾ സെറ്റ് ആക്കിയിട്ടുള്ളത്. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ അൺലോക്ക് ചെയ്തിട്ടുണ്ട്. ബാക്കി അടുത്ത ലെവലപ്പ്, ഇനിയിപ്പോൾ ഏകദേശം 8 ലെവലപ്പും കൂടി വേണം. എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് പോവാം. ഇതിൽ കുറച്ച് പാൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന് ഹൈപ്പോ തെർമിക് ഇൻസുലേഷൻ നല്ലോണം ഉണ്ട്, ആർമറും ഉണ്ട്. അതുപോലെ ഇതിന് 117, 132. ഓക്കെ, അത് പോട്ടെ, വേണ്ട. കുന്തം വെക്കാം, ഒന്ന് ഒരു കുന്തം എടുത്ത് വെക്കുക എന്നുള്ളതാണ്. 318 ഡാമേജുള്ളൊരു കുന്തം ഉണ്ടായിക്കോട്ടെ. നമ്മുടെ ചെറാനോടിനെ കൊണ്ട് ഇനിയിപ്പോൾ നമ്മൾ നേരെ ബേസിലോട്ട് പോവാണ്. ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ് ഇന്നത്തെ എന്താണ് വെള്ളം മഴയതാ. ഓക്കെ, ഇവിടെ വെള്ളം ഉണ്ടായിരുന്നല്ലോ. ഇവിടെ വെള്ളം ഇല്ലേ? നമ്മൾ വെള്ളം കുടിച്ചിട്ടുണ്ട്. സോ ഇത്രേ ഉള്ളൂ ഈ വീഡിയോ. ഇതാണ് നമ്മുടെ ബ്രൂഡ് മദർ ഫൈറ്റ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു ഈസി ആയിട്ടുള്ളൊരു ബ്രൂഡ് മദർ ആയിരുന്നു. നിങ്ങൾക്ക് റെക്സിന് യൂസ് ചെയ്യുക, പിന്നെ മെഗാലോസോറസ്, മെഗാതീരിയ, ഒരു സാധനം ഉണ്ടല്ലോ ഈ ആൾക്കുരങ്ങ് പോലെ എണീച്ച് നടക്കുന്ന ആ സാധനത്തിന് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ തെറീനെ യൂസ് ചെയ്യാം. ഈ 3 സാധനങ്ങളാണ് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യണത്. വേറെ എന്തിനു വേണമെങ്കിൽ യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അതിനനുസരിച്ച് ഹെൽത്തും മെലി ഡാമേജ് ഇൻക്രീസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഈസി ആയിട്ടുള്ളൊരു ബ്രൂഡ് മദറാണ്. ഇനി ഇത് കഴിഞ്ഞാൽ നമ്മൾ അടുത്തത് അതിൻ്റെ കുറച്ചും കൂടി അഡ്വാൻസ് ബ്രൂഡ് മദർ ഉണ്ട്, അതാണ് ശരിക്കും ചെയ്യാൻ പോവുക. ഇതിൽ എൻഗ്രാമൊക്കെ എവിടെ പോയി? കിട്ടിയില്ലല്ലോ എൻഗ്രാം. കുറച്ച് എൻഗ്രാം അൺലോക്ക് ആയിരുന്നു, ഒന്നും കാണാനില്ല. പോട്ടെ. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ. ഇവിടെ വെച്ച് നിർത്താണ്. സീ ഇൻ അനദർ വീഡിയോ.